ഹലോ ചങ്കുകളെ, ഞാനൊരു കൂട്ടം കാണിച്ചതാട്ടാ. വേറെ ഒന്നല്ല, പനിയാണ്. കുറേ ദിവസമായിട്ട് നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലൊന്നും കയറാൻ വയ്യ. എനിക്ക് ഭയങ്കര ചുമയുണ്ട്. 2-3 ദിവസമായി തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല കേട്ടോ, പാരസിറ്റമോൾ കഴിക്കണേ. അപ്പോൾ ഇന്ന് പൊന്നു അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പൊന്നു സോയാബീൻ കറി വയ്ക്കാൻ വേണ്ടി 1 മണിക്കൂറായി കയറിയേക്കണം അടുക്കളയിൽ. നമുക്കൊന്ന് നോക്കാം എന്താ കാണിക്കുന്നുള്ളത്. ബാ, എന്നിട്ട് ചുമയും കൊരൊക്കെ കേക്കണ്ടല്ല. ഒരു സോയാബീൻ കറി വെക്കാൻ വേണ്ടിട്ട് 1 മണിക്കൂറായില്ല പൊന്നു. പിന്നെ എങ്ങനെ മര്യാദക്ക് മനസ്സിലായില്ല. അടുത്ത് ഞമ്മന്ന് പറഞ്ഞ് തിന്നാറുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയത്. ഇതെന്ത് സോയാബീൻ ഇത് എന്നിട്ട് പച്ചമുളകൊക്കെ അങ്ങനെ കിടക്കണ്ടല്ലോ. മഞ്ഞ കളറൊന്നുമില്ല, മഞ്ഞപ്പൊടി ഇട്ടില്ലേ? മഞ്ഞപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല, മല്ലിപ്പൊടി ഇല്ല. മല്ലിപ്പൊടി ഇല്ല അതിനകത്ത്. പിന്നെ എന്തിട്ടാ എങ്ങൊന്നും മനുഷ്യ പനി പിടിച്ച് കിടപ്പായി കഴിഞ്ഞ എന്തിന് കൊള്ളാടി നിങ്ങളൊക്കെ. എന്തേ എത്ര ദിവസം പനി പിടിച്ചിട്ട് വായിക്ക് രുചിയായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടേ കുടുംബത്തിൽ നിന്ന്? അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കണതിന്റെ കുഴപ്പമില്ല അല്ലേ? ഇതാ ഇത് നോക്കി, ഇതിനകത്ത് എന്റെ പൊന്ന് ചങ്കള് നോക്കി, ഇതിനകത്ത് മഞ്ഞപ്പൊടി ഉണ്ടാ, മുളക് പൊടി ഉണ്ടാ, മല്ലിപ്പൊടി ഉണ്ടാ. എന്നിട്ട് ഇനി മഞ്ഞപ്പൊടി തിന്നാൻ പറ്റില്ല, കളയേണ്ടി വരും. ഇനി മഞ്ഞപ്പൊടി കളയേണ്ടി വരും. ആ നിന്റെ ബോധം കൊള്ളാല. ഉപ്പിട്ട 1 മണിക്കൂറായി അടുക്കള കയറിക്കണേ. ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. മനുഷ്യന് വയ്യാണ്ടല്ലേ, ഇതിലും വേറെ വല്ല അച്ചാറ് വാങ്ങിച്ചു തിന്നതായിരുന്നു. ഒരു സോയാബീന് 40 രൂപ സോയാബീൻ വെച്ച് 40 രൂപ ഗോവിന്ദ. ഉപ്പുപൊടി ഇട്ടതല്ലേ? പുള്ളിക്കാരിയാണ് എപ്പോഴും അടുക്കള കയറി ചോറും കറി. അല്ലാണ്ട് നീ എപ്പോഴും അടുക്കള ചോറും കറി ഇവിടെ ഒരു ഒളിക്യാമറ വെച്ചറിയാം ആരോട് അടുക്കള കയറി ചോറും കറി വെക്കണത്. ഇന്നൊരു ദിവസം എനിക്ക് വയ്യാത്തോണ്ടാ കൊച്ചു കറി വെക്കുന്നത്. ഇവിടെ പണിയെടുക്കണത് മൂത്ത ജാനിക്കുട്ടിയാ, അത് 2ാമത്തെ ജാനിക്കുട്ടി. ഞാനിവിടെ ഒന്നും ചെയ്യാറില്ല. എന്നെ കൊണ്ട് ഒരു കാര്യമില്ല പറയണേ. രാവിലെ എണീക്കാ, ഫോണിലിരിക്കാ. നിങ്ങൾക്ക് പറ്റില്ല ഞാൻ കെട്ടിച്ചോട്. വർക്കിലാണ് അല്ലേ? ഇവർക്ക് വേണ്ടെങ്കിൽ എന്നെ കെട്ടിച്ചിട്. നിനക്ക് എന്നെ വേണ്ട കെട്ടിച്ചിട്. ഞാന് കുടുംബത്തിൽ നിന്ന് പെരനിറഞ്ഞ് ഇതാണ് എന്റെ അവസ്ഥ. പൊന്നു ചങ്കാള്, ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ.